സ്വാഗതം വിദ്യാർത്ഥികളെ. SMAW പ്രക്രിയ ഉപയോഗിച്ച് ഒരു 10 mm കട്ടിയുള്ള MS പ്ലേറ്റിന്റെ മുകളിൽ വെർട്ടിക്കൽ പൊസിഷനിൽ T ജോയിന്റ് എങ്ങനെ ചെയ്യാമെന്ന് ഈ വിഷയത്തിൽ നമ്മൾ പഠിക്കും. ഈ വിഷയത്തിന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് ചെയ്യാനാകുന്നത് ടാക്ക് വെൽഡിങ്ങും വെൽഡിംഗ് പ്രോസസ്സിനും ശരിയായ ഇലക്ട്രോഡുകൾ തിരഞ്ഞെടുക്കുക, T ജോയിന്റിൽ വെർട്ടിക്കൽ പൊസിഷനിൽ പ്ലേറ്റുകൾ തയ്യാറാക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുക. ടാക്ക് വെൽഡ് SMAW ഉപയോഗിച്ച് വെർട്ടിക്കൽ പൊസിഷനിൽ T ജോയിന്റ് വെൽഡ് ചെയ്യുക. കുറവുകൾ കണ്ടെത്താനായി വെൽഡ് ബെൻസ് പരിശോധിക്കുക. നമുക്കിപ്പോൾ SMAW പ്രക്രിയ ഉപയോഗിച്ച് ഒരു 10 mm കട്ടിയുള്ള MS പ്ലേറ്റിന്റെ മുകളിൽ വെർട്ടിക്കൽ പൊസിഷനിൽ T ജോയിന്റ് ചെയ്യാനുള്ള ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റീൽ റൂൾ, സ്ക്രൈബർ, പ്രിക് പഞ്ച്, ബോൾ പിൻ ഹാമർ, ഫ്ലാറ്റ് ഫയൽ, ബെഞ്ച് വൈസ്, ട്രൈ സ്ക്വയർ, ടോങ്സ്, ചിപ്പിംഗ് ഹാമർ, സ്റ്റീൽ വയർ ബ്രഷ്, ഇലക്ട്രോഡ് കേബിളും എർത്ത് കേബിളും, ഇലക്ട്രോഡ് ഹോൾഡർ, ഇലക്ട്രോഡ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റുകൾ, SMAW വെൽഡിംഗ് പ്ലാന്റ് മെഷീൻ, സി ക്ലാമ്പ്. നമുക്കിപ്പോൾ SMAW പ്രക്രിയ ഉപയോഗിച്ച് ഒരു 10 mm കട്ടിയുള്ള MS പ്ലേറ്റിൻ്റെ മുകളിൽ വെർട്ടിക്കൽ പൊസിഷനിൽ T ജോയിന്റ് ചെയ്യാനുള്ള പ്രീ വെൽഡിംഗ് തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 10 mm കട്ടിയുള്ള 2 MS പ്ലേറ്റ് മുറിച്ചെടുക്കുക. 150 mm നീളവും 50 mm വീതിയുമുള്ള ഇവയുടെ അരികുകൾ ഫയൽ ചെയ്ത് പ്ലേറ്റുകൾ പരിശോധിക്കുക. അവയെ ഒന്നിനു മുകളിൽ ഒന്നായി ക്രമീകരിച്ച് ഒരു ലാപ്പ് ഉണ്ടാക്കുക. പ്ലേറ്റുകളെ വെർട്ടിക്കൽ പൊസിഷനിൽ T ജോയിൻ്റായി ക്രമീകരിച്ച് രണ്ടറ്റവും ടാക്ക് വെൽഡ് ചെയ്യുക. ടാക്കിങ്ങിന് ശേഷം അവയ്ക്കിടയിൽ വിടവുണ്ടാകാതിരിക്കാൻ ലാപ്പിംഗ് ഡിസ്റ്റൻസ് 30 mm ആയിരിക്കണം. ടാക്ക് വെൽഡിനെ ചിപ്പിംഗ് ഹാമറും സ്റ്റീൽ വയർ ബ്രഷും ഉപയോഗിച്ച് വൃത്തിയാക്കുക. ഇലക്ട്രോഡിനെ ഓരോ റണ്ണിനു വേണ്ടിയും തയ്യാറാക്കി നിർത്തുക. റൂട്ട് റണ്ണിനു വേണ്ടി 3.15 mm ഇലക്ട്രോഡും 110 amps കറണ്ടും ഉപയോഗിക്കുക. സെക്കൻഡ് റണ്ണിനും തേർഡ് റണ്ണിനും വേണ്ടി 4 mm ഇലക്ട്രോഡും 160 amps കറണ്ടും ഉപയോഗിക്കുക. പ്രീ വെൽഡിംഗ് തയ്യാറെടുപ്പുകളെക്കുറിച്ചാണ് നമ്മൾ കണ്ടത്. SMAW പ്രക്രിയ ഉപയോഗിച്ച് ഒരു 10 mm കട്ടിയുള്ള MS പ്ലേറ്റിന് മുകളിൽ വെർട്ടിക്കൽ പൊസിഷനിൽ T ജോയിന്റിന്റെ വെൽഡിംഗ് പ്രോസസ്സിനെ കുറിച്ച് നമുക്കിപ്പോൾ നോക്കാം. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുക. വെൽഡിംഗ് പൊസിഷനറിൽ ജോയിന്റിനെ വെർട്ടിക്കലായി നിർത്തുക. റൂട്ട് റൺ ശേഖരിക്കുമ്പോൾ വർക്ക് പീസിന്റെ ഏറ്റവും താഴത്തെ ഭാഗത്തുനിന്ന് തുടങ്ങുക. റൂട്ട് റൺ ശേഖരിക്കുമ്പോൾ ഇലക്ട്രോഡിനെ മുകളിലോട്ടും താഴോട്ടും ചെറിയ തോതിൽ വീവിംഗ് മോഷൻ കൊടുത്തുകൊണ്ട് 2 പ്ലേറ്റുകളുടെയും മുകളിലേക്ക് വെൽഡ് മെറ്റൽ ശേഖരിക്കുന്ന ഉറപ്പുവരുത്തുക. ഇലക്ട്രോഡിനു വേണ്ടി വിപ്പിംഗ് ആക്ഷൻ ഉപയോഗിക്കുക. വിപ്പിംഗ് ആക്ഷൻ നടക്കുമ്പോൾ മോൾട്ടൻ പൂളിൽ നിന്നും ഇലക്ട്രോഡിനെ ലോങ് ആർക്ക് ഉപയോഗിച്ചുകൊണ്ട് അല്പം അകലെ ഉയർത്തുകയും വീണ്ടും ഷോർട്ട് ആർക്ക് ഉപയോഗിച്ചുകൊണ്ട് മോൾട്ടൻ പൂളിൻ്റെ സമീപം കൊണ്ടുവരികയും ചെയ്യുക. ഇലക്ട്രോഡിനെ മോൾട്ടൻ പൂളിൽ നിന്ന് ഉയർത്തുമ്പോൾ വെൽഡ് മെറ്റൽ അല്പം തണുക്കുകയും ഭാഗികമായി കട്ടിയാകുകയും ചെയ്യുന്നു. ഇത് മോൾട്ടൻ വെൽഡ് മെറ്റലിൻ്റെ സാഗിങ് ഇഫക്റ്റ് കുറയാൻ സഹായിക്കുന്നു. അണ്ടർകട്ട് ഒഴിവാക്കാൻ ഇലക്ട്രോഡിന് ഇരുവശങ്ങളിലേക്ക് നീക്കുകയും അല്പസമയം അവിടെ നിർത്തുകയും ചെയ്യുക. ഇലക്ട്രോഡിൻ്റെ ആംഗിൾ കാണിക്കുന്നത് പോലെ ജോയിന്റിൽ മെറ്റലിനെ ശരിയായ സ്ഥാനത്ത് സാഗിങ് കൂടാതെ ഡെപ്പോസിറ്റ് ചെയ്യുക. ഡീസ്ലാഗ് ചെയ്ത് വയർ ബ്രഷ് ഉപയോഗിച്ച് നന്നായി വൃത്തിയാക്കുക. ഒരു 4 mm ഇലക്ട്രോഡ് തിരഞ്ഞെടുക്കുക. എന്നിട്ട് 160 amps കറണ്ട് ക്രമീകരിക്കുക. മെറ്റൽ ഡെപ്പോസിഷൻ്റെ വീവിംഗ് മോഷനും യൂണിഫോം സ്പീഡും ഉപയോഗിച്ചുകൊണ്ട് ഷോർട്ട് ആർക്കിൻ്റെ കൂടെ സെക്കൻഡ് റൺ ഡെപ്പോസിറ്റ് ചെയ്യുക. ഇലക്ട്രോഡിൻ്റെ സിക്സാഗ് അല്ലെങ്കിൽ ട്രയാങ്കുലർ മൂവ്മെൻറ്റ് ഉപയോഗിക്കുക. ഷോർട്ട് ആർക്ക് ലെങ്ത് ഉപയോഗിക്കുക. എന്നിട്ട് ടോസിൻ്റെ ഭാഗത്ത് വെൽഡ് ഫില്ല് ചെയ്യാനായി വശങ്ങളിൽ അല്പസമയം നിർത്തുക. ഇലക്ട്രോഡ് ആംഗിൾ കാരണം ഇലക്ട്രോഡിൻ്റെ ടിപ്പ് പോയിൻ്റ് മുകളിലേക്കും ഷോർട്ട് ആർക്കും
വീവിംഗ് ടെക്നിക് എന്നിവയുടെ ഉപയോഗം വെൽഡ് മെറ്റൽ, സ്ലാഗ് ഇൻക്ലൂഷൻ എന്നിവയുടെ സാഗിങ് നിയന്ത്രിക്കും. വെൽഡിൻ്റെ ടോസിൽ അല്പനേരത്തേക്ക് വീവിംഗ് മോഷനിൽ ഇലക്ട്രോഡ് നിലനിർത്തുന്നത് അണ്ടർകട്ട് ഒഴിവാക്കാൻ സഹായിക്കും. വെർട്ടിക്കൽ പൊസിഷനിൽ ജോബ് നിർത്തിയതിനു ശേഷം ക്രേറ്റർ നികത്തുന്നതിനു വേണ്ടി വെൽഡ് പരിശോധിക്കുക. ഒരു 10 mm കട്ടിയുള്ള MS പ്ലേറ്റിൻ്റെ മുകളിൽ വെർട്ടിക്കൽ പൊസിഷനിൽ SMAW പ്രക്രിയ ഉപയോഗിച്ച് T ജോയിൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ പിൻപറ്റേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകളെക്കുറിച്ച് നോക്കാം. ഇലക്ട്രോഡിൻ്റെ ശരിയായ ആംഗിളും ട്രാവൽ സ്പീഡും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓവർ ഡെപ്പോസിഷനും വശങ്ങളിൽ അണ്ടർകട്ട് ഒഴിവാക്കുക. ശരിയായ ക്രേറ്റർ ഫില്ലിംഗ് ഉറപ്പാക്കുക. ഹോട്ട് വെൽഡ് കൈകാര്യം ചെയ്യുമ്പോൾ ടോങ്സ് ഉപയോഗിക്കുക. കണ്ണുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ചിപ്പിംഗ് ഗോഗിൾസ് ധരിക്കുക. വെർട്ടിക്കൽ വെൽഡിങ്ങിൽ നമ്മൾ തരണം ചെയ്യേണ്ടത് വെൽഡിംഗ് മെറ്റലിൽ സ്ലാഗിൻ്റെ ഇൻക്ലൂഷൻ എന്ന പ്രശ്നത്തെയാണ്. ഈ പ്രശ്നത്തെ ഒഴിവാക്കാൻ വേണ്ടി ശരിയായ ഇലക്ട്രോഡ് ആംഗിളിനോടൊപ്പം ഷോർട്ട് ആർക്കും ശരിയായ വീവിംഗ് ടെക്നിക്കും ഉപയോഗിക്കുക. സംഭവിച്ചേക്കാവുന്ന കുഴപ്പങ്ങൾ പരിശോധനാ പ്രക്രിയയിലൂടെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഇപ്പോൾ നോക്കാം. സോളിഡ് ഇൻക്ലൂഷൻ. ഓവർ ഡെപ്പോസിഷൻ. അണ്ടർകട്ട്. ബ്ലോ ഹോൾസ്. ഈ വിഷയത്തിൽ നിങ്ങൾ ഇതുവരെ പഠിച്ചത് ജോയിന്റിനെ വെർട്ടിക്കൽ പൊസിഷനിൽ ഉറപ്പിക്കുക, ശരിയായ ഇലക്ട്രോഡ് തിരഞ്ഞെടുക്കുക, റൂട്ട് പെനിട്രേഷൻ ഉറപ്പുവരുത്തിക്കൊണ്ട് വെർട്ടിക്കൽ പൊസിഷനിൽ റൂട്ട് റൺ ഡെപ്പോസിറ്റ് ചെയ്യുക, സർഫേസ് ഡിഫെക്ട്സ് ഉണ്ടോ എന്നറിയാൻ വെൽഡ് പരിശോധിക്കുക.